നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉയർന്നിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ആ വിചാരങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം യിരെമ്യാ പ്രവാചകൻ പ്രവാസത്തിലിരിക്കുന്ന ജനത്തിന് എഴുതുന്ന ഒരു കത്താണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച നിമിത്തം പ്രവാസത്തിൽ കഴിയുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അവരോട് ആലോചന പറഞ്ഞു. ഈ പ്രവാസത്തിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രവാസം അനുസരണക്കേട് കൊണ്ട് വന്നതാണ് എങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളെക്കാലവും ഇങ്ങനെ പ്രവാസത്തിൽ കിടക്കുകയില്ല. ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അരുളി ചെയ്തു, നിങ്ങളുടെ പ്രവാസം തീരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രവാസങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ഈ പ്രവാസത്തിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ, ചില ഭാരങ്ങൾ അനുസരണക്കേടുകൊണ്ട് വന്നതാകാം. അല്ല, അനുസരണക്കേടുകൊണ്ട് മാത്രമല്ല, പിതാവിൻ്റെ ആലോചന കേട്ട് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പുത്രൻ തമ്പുരാൻ ഗെത്സമനയിൽ മുട്ടുകുത്തി ഈ ലോകത്തിൻ്റെ പാപഭാരത്തെ മുഴുവൻ ചുമന്നത് അനുസരണമാണ്. ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്നത് അനുസരണക്കേടാണെങ്കിൽ, ഇവിടെ ഇതാ ഗെത്സമനയിൽ യേശു മുട്ടുകുത്തിയിരിക്കുന്നത് അനുസരണമാണ്. ആ അനുസരണത്തിങ്കിൽ അതികഠിനമായ വേദനയാണ് യേശുവിനുണ്ടായത്. മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ, ചില കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ ബലം പിതാവ് തന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാണൻ പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് യേശു വിളിക്കുമ്പോൾ പിതാവ് മൗനമായിരുന്നു. ദൈവത്തിന് വിചാരമില്ലാഞ്ഞിട്ടാണോ? പുത്രൻ തമ്പുരാനെ കൈവിട്ട് കളഞ്ഞ ആ വിചാരം തിന്മയായിരുന്നോ? അല്ല, ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ്. അതിൻ്റെ ആകെ തുക വലുതാണ്. അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികമാണ്. പ്രിയപ്പെട്ടവരെ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗെത്സമനയിലെ, ആ ഗോൽഗൊത്തയിലെ കഷ്ടപ്പാട് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ദൈവം ലോകത്തോട് അറിയിച്ചു. അത് നന്മയ്ക്കായിരുന്നു. ആ കഷ്ടതയുടെ റിസൾട്ടാണ് നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേദനയുണ്ടോ? നിങ്ങൾക്ക് ഭാരമുണ്ടോ? നിങ്ങളുടെ പിതാവ് കണ്ടു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനുസരണക്കേടുകൊണ്ട് സംഭവിച്ചതാണെങ്കിലും ദൈവം നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എക്കാലവും നീ ഇങ്ങനെ കിടന്ന് നരകിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അപ്പൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കും, ശാസിക്കും. അത് നന്മയ്ക്കാണ്, അത് നന്മയ്ക്കാണ്. ജീവിതത്തിൽ കുറവുകൾ ഇല്ലാത്ത ആരാണ് ഈ ഭൂമിയിലുള്ളത്? കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പകലവൻ കുറവ് തീർത്ത് നിങ്ങളെ പണിയാൻ പോവുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്നേ. നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോകുന്നത്, നിങ്ങളെ കടത്തിവിടുന്നത് ദൈവം അറിയാഞ്ഞിട്ടാണോ? അല്ല, ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. അത് എന്തെന്ന് ദൈവം നല്ലവണ്ണം അറിയുന്നു. ഈ കഷ്ടത തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. വിശ്വസിക്കുക. അനുസരണക്കേട് കാണിച്ചവരോട് പോലും ദൈവം പറഞ്ഞു,
ഈ പ്രവാസം ഞാൻ മാറ്റും. ഈ പ്രവാസം തീരും. നിങ്ങളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു നിൽക്കുകയില്ല. ദൈവം അത് കണ്ടു നിൽക്കുകയില്ല. വിശ്വസിക്കുക. ദൈവത്തിന് വിചാരമുണ്ട്. നന്മയ്ക്കാണ്. ഇന്നത്തെ കഷ്ടത നന്മയ്ക്കാണ്. വേദന നന്മയ്ക്കാണ്. കാലങ്ങൾ തെളിയിച്ചിരിക്കും. നീ വിശ്വസിക്കുക. ഈ വേദന നന്മയ്ക്കാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.